കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം നാലാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയേണ്ടത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. യോഗത്തിൻ്റെ അംഗങ്ങളെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദശകത്തിൽ. അപ്പോൾ അതിൽ 6 അംഗങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. ഇങ്ങനെ 6 യോഗങ്ങളെയും അംഗങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏഴാമത്തേതായിട്ടുള്ള ധ്യാനം ആണ് ഈ ശ്ലോകത്തിൽ പറയണത്. അതായത് ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭഗവത് രൂപം, അസ്ഫുടമായിട്ടുള്ള ഭഗവത് രൂപം മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ധാരണ എന്ന് പറയുന്നത്. അത് മനസ്സിൽ വരും. അതങ്ങനെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്നും കൊണ്ടിരിക്കും. ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അവിടെ ഇരിക്കില്ല. അതങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സിൽ പ്രാണായാമം, പ്രത്യാഹാരം, ആസനം തുടങ്ങിയതൊക്കെ വശീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരണ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോഴേക്കും ആ ഭഗവാന്റെ രൂപം അസ്ഫുടമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയിട്ട്, ആ അവയവങ്ങളൊന്നും പ്രത്യേകിച്ച് കാണില്ല, ഒരു അവ്യക്തമായിട്ടുള്ള രൂപത്തിൽ ആ ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കണത് ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് ആദ്യം പ്രകാശിക്കും. അങ്ങനെ ഇരിക്കണതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ധാരണ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടായിത്തീരുക. ഇനി അത് കഴിഞ്ഞ് ധ്യാനാവസ്ഥയിൽ ഒന്നും കൂടിയും ആ ധാരണ കൂടുതലായിട്ട് പരിശീലിച്ച് വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് ഭഗവാന്റെ അവയവങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിൽ തോന്നിത്തുടങ്ങും. അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയ്ക്കാണ് ധ്യാനം എന്ന് പറയുന്നത്. കൂടുതൽ സമയത്തേക്ക് ഭഗവാന്റെ രൂപം ഉള്ളിൽ വയ്ക്കാൻ സാധിക്കും. ധാരണയിലത്തെ മാതിരി പെട്ടെന്ന് പോവില്ല. ധ്യാനം എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിൽ ഭഗവത് രൂപം വ്യക്തമായിട്ടുള്ള അവയവഭേദങ്ങളോട് കൂടിയിട്ട് ബുദ്ധിയിൽ തെളിയും. അവിടെ ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ചെയ്തിട്ടുള്ളത് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വിടണില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തന്നെ വലിച്ചിട്ട് ഭഗവാന്റെ രൂപത്തെ തന്നെ കൂടുതൽ മനസ്സിൽ ചിന്തിക്കാനുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാവും. അതിനെയാണ് ഈ ധ്യാനം എന്നുള്ളതായിട്ടുള്ള യോഗാവസ്ഥയായിട്ട് പറയണത്. അതിനെയാണ് ഈ ശ്ലോകത്തിൽ പറയണത്. വിസ്ഫുട അവയവഭേദ സുന്ദരം ത്വദ്വപുഃ. അങ്ങയുടെ ശരീരം, ത്വദ്വപുഃ അങ്ങയുടെ ശരീരം എങ്ങനെയുള്ളതാണ്? ഈ അസ്ഫുടമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വിസ്ഫുടമായിട്ടുള്ള, വിശേഷേണ സ്ഫുടമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ളതായിട്ടുള്ള അവയവങ്ങളെ ചരണ കരാദികളായിട്ടുള്ള അവയവങ്ങൾ, ആ അവയവങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് വരും. അങ്ങനെ ആ ഓരോരോ അവയവങ്ങളും വ്യക്തമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അവയവഭേദങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് വരുമ്പോൾ സുന്ദരമായിട്ടുള്ള ആ ശരീരം, ഓരോ അവയവങ്ങളും സുന്ദരമാണ്. അപ്പം അങ്ങനെ ആ സുന്ദരമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ ശരീരം തന്നെ സുന്ദരമായിട്ട് വ്യക്തമായിട്ട് മനസ്സിൽ പതിക്കുന്നു. അങ്ങനെ വിസ്ഫുടാവയവഭേദ സുന്ദരം, വിസ്ഫുടമായ വിശേഷേണ സ്ഫുടമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അവയവഭേദങ്ങളെ കൊണ്ട് സുന്ദരമായിട്ടുള്ള ത്വദ്വപുഃ അങ്ങയുടെ ശരീരം സുചിരശീലനാവശാൽ, അനവധി കാലം പെട്ടെന്നൊന്നും സാധിച്ചു എന്ന് പറയണതല്ല ഇത്. ഈ ധാരണ അവസ്ഥയിൽ നിന്ന് ധ്യാനത്തിലേക്ക് നീങ്ങുക എന്നുള്ളതും പെട്ടെന്ന് സാധിക്കണതല്ല. അതിൻ്റെ മുമ്പ് ധാരണാവസ്ഥയിലെത്തുക എന്നുള്ളത് തന്നെ വളരെയധികം ശീലിച്ചാൽ മാത്രം സാധിക്കണതാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ധ്യാനാവസ്ഥയിലേക്ക് ചെല്ലുന്നതും സുചിരശീലനാവശാൽ പല പ്രാവശ്യം വളരെ കാലം അത് ശീലിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ആ സുചിരശീലനാവശാൽ, സുചിരം വളരെ കാലമായിട്ട് ശീലിക്കുക അഭ്യസിക്കുക എന്നതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് സുചിരശീലനാവശാൽ അത് ഹേതുവായിട്ട് അശ്രമം, അങ്ങനെ വളരെ കാലം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട്
വലിയ പ്രയാസമില്ല. അശ്രമം, പ്രയാസമില്ലാതെ തന്നെ, ശ്രമം കാര്യമായിട്ടുള്ള ശ്രമമില്ലാതെ തന്നെ അശ്രമം മനസ്സി ധാരയാമഹേ, മനസ്സിൽ ആ ഇതിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും എന്ന് പറയുകയാണ്. ആ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ചു അശ്രമം മനസ്സി ചിന്തയാമഹേ, ആ മനസ്സിൽ അശ്രമമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ട് ക്ലേശരഹിതമായിട്ട് ആ ഭഗവത് രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കും. ധ്യാനയോഗ നിരതാസ്തുതാശ്രയാ, എങ്ങനെയാണത്? അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഇത് യമം, നിയമം, ആസനം, പ്രാണാഹാരം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ എന്നിവ തുടർച്ചയായിട്ട് അഭ്യസിക്കുമ്പോൾ പിന്നീട് അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് വേറെ ഒന്നിലേക്കും ശ്രദ്ധയില്ലാതെ കണ്ട് അങ്ങയെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ ത്വദാശ്രയാഹ ധ്യാനയോഗനിരതാഹ, ആ ധ്യാനയോഗത്തിൽ ഇടതടവില്ലാതെ കണ്ട് ഉള്ളതായിട്ടുള്ള അങ്ങയുടെ ഭഗവത് രൂപ ധ്യാനത്തിൽ നിരതന്മാരായിട്ട്, അതായത് എപ്പോഴും അങ്ങയുടെ രൂപത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിർത്തുക, അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഭഗവത് രൂപത്തെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ ആ ധ്യാനയോഗനിരതാഹ, ആ ധ്യാനയോഗത്തിൽ നിരതന്മാരായിട്ട് അങ്ങയുടെ മനസ്സിൽ അങ്ങയുടെ രൂപത്തെ തന്നെ പ്രയാസമില്ലാതെ മനസ്സിൽ ചിന്തിക്കാറായി വരും. അശ്രമം മനസ്സിൽ ചിന്തയാമ, മനസ്സിൽ ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ രൂപത്തെ തന്നെ ചിന്തിക്കാറാവട്ടെ എന്നുള്ളതായിട്ടുള്ള അർത്ഥനയാണ് ഇവിടെ, അഭ്യർത്ഥനയാണ് ഇവിടെ. ഇങ്ങനെയാണ് ധ്യാനം എന്നുള്ളതായിട്ടുള്ള യോഗമായിട്ട് പറയണത്. ഏഴാമത്തെ യോഗ വിസ്ഫുടാവയവഭേദ സുന്ദരം ത്വത്വപുസുചിരശീലനാവശൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ, അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കാം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ധ്യാനയോഗമതു ചെയ്തു ഞങ്ങളങ്ങഭംഗി തെളിയുന്ന നിന്നുടൽ ഓർത്തുമുള്ളിലൊരു ദുഃഖമെന്നിയേ ദീർഘധാരണയോടെ വസിച്ചിടാം. അടുത്ത ശ്ലോകം, ആറാമത്തെ ശ്ലോകം, യോഗത്തിൽ എട്ടാമത്തെ അംഗമായിട്ടുള്ള സമാധിയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ധാരണ, ധ്യാന, സമാധയ എന്നാണ്. ധ്യാനം കഴിഞ്ഞിട്ട് അടുത്ത പടിയാണ് സമാധി. ഈ സമാധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സവികൽപ്പക സമാധി, നിർവികൽപ്പക സമാധി എന്ന് രണ്ട് തരത്തിലുണ്ട്. അതിൽ സവികൽപ്പക സമാധി ആദ്യം, അത് കഴിഞ്ഞ് നിർവികൽപ്പക സമാധിയിലേക്ക് എത്തണു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ധ്യായതം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനം സാന്ദ്രമോദരസരൂപമന്തരം ബ്രഹ്മരൂപം ഐതേവ ഭാസത്തെ. ഈ സകലമൂർത്തിയായിട്ടുള്ള അങ്ങയെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ധ്യായതാം ധ്യാനിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക്, ധ്യായതാം എന്നുള്ളത് അവിടെ ഞങ്ങൾക്ക് എന്നുള്ളത് കിട്ടണു. ധ്യായതാം ധ്യാനിക്കുന്നവർക്ക് സകലമൂർത്തിം ഈദൃശീം ഇപ്രകാരമുള്ളതായിട്ടുള്ള സകലമൂർത്തിയെ, സകലമൂർത്തി എന്ന് പറഞ്ഞാൽ സകലമായിട്ടുള്ള മൂർത്തി എന്ന് ഒരർത്ഥം എടുക്കാം. അല്ലെങ്കിൽ സമ്പൂർണമായിട്ടുള്ള എല്ലാ അവയവങ്ങളോടും കൂടിയിട്ടുള്ളതായിട്ടുള്ള മൂർത്തി എന്ന്, അല്ലെങ്കിൽ അവയവങ്ങളോട് കൂടിയതായിട്ടുള്ള മൂർത്തി എന്ന് രണ്ടർത്ഥത്തിൽ കൊടുക്കാം. സകലമൂർത്തിയും എല്ലാ കലകളോടും കൂടിയതായിട്ടുള്ള മൂർത്തിയെ, മൂർത്തിയോട് കൂടിയ ഭഗവാനെ, സകലമൂർത്തിയും ഈദൃശീം ഇപ്രകാരം അതിമനോഹരമായി എല്ലാ അവയവങ്ങളോടും കൂടിയിട്ടുള്ളതായിട്ടുള്ള മൂർത്തിയായ അങ്ങയെ ഓരോരോ അവയവങ്ങളായിട്ട് ധ്യാനിച്ചു കൊടുക്കാം. എല്ലാ അവയവങ്ങളോടും കൂടിയതായിട്ടുള്ള ആ മൂർത്തിയെ, ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലുറപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് ഈ ദൃശീം ഇപ്രകാരമുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ രൂപത്തെ ധ്യാനിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് ഉന്മിഷൻ മധുരതാഹൃതാത്മനാം, എങ്ങനെയാവും ഇപ്പോൾ? ഉന്മിഷൻ മധുരതാഹൃതാത്മനാം, ആ മാധുര്യം കൊണ്ട്, ആ മനോഹരമായിട്ടുള്ള മൂർത്തിയുടെ മാധുര്യം, അതെങ്ങനെ വരും?
ഉന്മിഷത്, അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും. ആ മാധുര്യം കൂടുതൽ കൂടുതലായിട്ട് തെളിഞ്ഞു വരും. അങ്ങനെ അത്യധികം മാധുര്യം ആണ് ആ മനോഹരമായിട്ടുള്ളതായിട്ടുള്ള ആ രൂപത്തിനുള്ള മാധുര്യം. അത് നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ അനുഭവയോഗ്യമായിട്ട് തീരും എന്നാണ്. ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം, ആ ഓരോ ചിന്തയിലും തെളിഞ്ഞ് തെളിഞ്ഞ് കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ടുള്ള ആ മാധുര്യം കൊണ്ട് അപഹൃതമായിട്ടുള്ള മനസ്സോടുകൂടി അപഹൃത ആത്മനാം, നമ്മുടെ മനസ്സിനെ അങ്ങടെ വേറെ ഒന്നിലേക്കും വിട്ടു പോവാണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുന്നു. വേറെ ഒന്നിലേക്കും മനസ്സ് പോവാതെ കണ്ട്, ബുദ്ധി ചലിക്കാതെ കണ്ട് ഈ ഭഗവത് രൂപത്തിൽ തന്നെ ഉറച്ചു നിൽക്കണു എന്നാണ് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസ്ഥ വരുമ്പോൾ ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ രൂപത്തിൻ്റെ മാധുര്യത്തിൽ ഉറച്ച മനസ്സോടുകൂടിയവരായിട്ട് സാന്ദ്രമോദരസരൂപം ആന്തരം ബ്രഹ്മ രൂപം ഐ ദേവഭാസത്തെ, അങ്ങനെയുള്ളതായിട്ടുള്ള ഞങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു കഴിഞ്ഞാൽ ആ സമാധി എന്നുള്ളതായിട്ട് സവികൽപ്പക സമാധി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം, ആ രൂപത്തിനെ സകല അവയവങ്ങളോടും കൂടിയിട്ട് മനസ്സിലങ്ങട് ഉറപ്പിച്ചു വരിക എന്നുള്ളതുണ്ടല്ലോ, ആ അവസ്ഥയ്ക്കാണ് സമാധി അല്ലെങ്കിൽ സവികൽപ്പക സമാധി എന്ന് പറയണത്. സമാധി തന്നെ രണ്ട് വിധത്തിലുണ്ട്, സവികൽപ്പക സമാധി, നിർവികൽപ്പക സമാധി എന്ന്. ആ സവികൽപ്പക സമാധിയിൽ ഭഗവാന്റെ രൂപം അവയവങ്ങളോട് കൂടിയിട്ടാണ് മനസ്സിൽ ഉറച്ചു നിൽക്കണത്. അപ്പോൾ ഞാൻ ഭഗവാനെ കാണൂ എന്നുള്ളതായിട്ടുള്ളൊരു ബോധമുണ്ട്. അതായത് ഞാൻ എന്നുള്ളതായിട്ടുള്ള ബോധമുണ്ട്, ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ബോധമുണ്ട്. എന്നിട്ട് ഈ ഞാൻ ഭഗവാനെ കാണുന്നു എന്നുള്ളതായിട്ടുള്ളൊരു ബോധം കൂടിയും, അതാണ് ജ്ഞാനം എന്നുള്ളത്. ആ ജ്ഞാനം കൂടി, ഈ മൂന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ആ അവസ്ഥയിലുണ്ട്. ആദ്യത്തെ സവികൽപ്പക സമാധിയിൽ ഞാൻ കാണുന്നവൻ, കാണപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ, ആ കാണല്, കാഴ്ച അല്ലെങ്കിൽ ദർശനം, ഈ മൂന്നും വേറെ വേറെ അവയവങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിനെയാണ് സവികൽപ്പക സമാധി എന്ന് പറയണത്. ഇനി അതും കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പരിശീലിച്ച് വന്നു കഴിഞ്ഞാൽ, ഭഗവാന്റെ ആ രൂപത്തിൽ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഞാൻ ഇല്ലാണ്ടായി തീരും എന്നുള്ളതാണ്. ഞാനില്ലാണ്ടായി. അപ്പം ഞാനില്ലാണ്ടായാൽ പിന്നെ എന്തിനെ അറിയാന്നുള്ളതില്ല. അവിടെ ആ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ഒന്ന് മാത്രമായിട്ട് അവശേഷിക്കണു. അതിനെയാണ് നിർവികൽപ്പക സമാധി എന്ന് പറയണത്. അപ്പം ഈ രണ്ടവസ്ഥയും, സവികൽപ്പക സമാധിയും നിർവികൽപ്പക സമാധിയും, രണ്ടവസ്ഥയും ഈ ശ്ലോകത്തിൽ തന്നെ പറയാണ്. അങ്ങനെ സാന്ദ്രമോദരസരൂപം, ആ സാന്ദ്രമായിട്ടുള്ള മോദം, സന്തോഷം, ആനന്ദം, ആ ആനന്ദമാകുന്ന രസം, അത് തന്നെയായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ സാന്ദ്രമോദരസം, സാന്ദ്രമായിട്ടുള്ള ആനന്ദ ഏകരസമായിട്ടുള്ള ആനന്ദം എന്നുള്ളതായിട്ടുള്ള ഒരൊറ്റ അനുഭവം മാത്രമേ ഉള്ളൂ പിന്നെ എന്നുള്ളതാണ്. ആ അനുഭവിക്കുന്നതായിട്ടുള്ള ഞാനില്ല, ഭഗവാനും ഇല്ല അവിടെ. ആ ആനന്ദം എന്നുള്ളതായിട്ടുള്ള ഒന്ന് മാത്രമുള്ളതായിട്ടുള്ള അവസ്ഥ, സാന്ദ്രമോദരസം ആ രസരൂപം എന്നുള്ളത് രസസ്വഭാവമായിട്ടുള്ള ആനന്ദസ്വരൂപമായിട്ടുള്ള ആനന്ദം തന്നെയാണ് അവിടെ സ്വരൂപം എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ രൂപം, ആ നിർഗുണ ബ്രഹ്മം ആയിട്ടുള്ളതായിട്ടുള്ള ആ രൂപം, ആനന്ദ മാത്രമായിട്ടുള്ള ആ നിർഗുണ ബ്രഹ്മമായിട്ടുള്ള അങ്ങയുടെ രൂപം അവഭാസത്തെ, ആന്തരം അവഭാസത്തെ, ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ആ രൂപം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ആ രൂപം, അങ്ങടെ ആ ആനന്ദസ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മരൂപം അത് അവഭാസത്തെ, ശോഭിക്കുന്നു, പ്രകാശിക്കുന്നു. അപ്പം അതാണ് നിർവികൽപ്പക സമാധിയിലേക്ക് എത്തണതായിട്ടുള്ള അവസ്ഥയാണത്. ആ ബ്രഹ്മം മാത്രം, ഘനമായിട്ടുള്ള ആനന്ദമായിട്ടുള്ള ആ ബ്രഹ്മം മാത്രം മനസ്സിൽ ശേഷിക്കുന്നതായിട്ടുള്ള, അത് മാത്രമേ ഉള്ളൂ. മനസ്സും ഇല്ല അവിടെ, ജ്ഞാനും ഇല്ല. ഞാൻ ബ്രഹ്മത്തെ കാണുന്നു എന്നുള്ളതായിട്ടുള്ള അവസ്ഥയില്ല. ഒന്നുമില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ബ്രഹ്മം എന്ന് മാത്രമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ ആ അവസ്ഥയ്ക്കാണ് നിർവികൽപ്പക സമാധി എന്ന് പറയണത്. ഈ രണ്ടവസ്ഥയും കൂടിയിട്ട് ഒന്നിച്ച് ആ ശ്ലോകത്തിൽ പ്രതിപാദിക്കുകയാണ്. സവികൽപ്പക സമാധി അനുഭവിക്കുമ്പോൾ ആ ആനന്ദ അതിരേകം, ആ അതിമധുരമായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും കൊണ്ടുവരുമ്പോൾ ഒടുക്കം ആ നിർവികൽപ്പമായിട്ടുള്ള അവയവ വിശേഷങ്ങളൊന്നുമില്ലാത്തതായിട്ടുള്ള കേവലം ആനന്ദസ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മം തന്നെ മനസ്സിൽ
പ്രകാശിക്കണു എന്ന് പറയുകയാണ്. അത് പ്രകാശിക്കുമ്പോൾ പിന്നെ മനസ്സുമില്ല, അവിടെ ജ്ഞാനവും ഒന്നുമില്ല, ജ്ഞാനവും ഇല്ല, ഒന്നുമില്ല. അതങ്ങോട്ട് പ്രകാശിക്കുകയാണ് തന്നെ എന്നുള്ളതാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം അങ്ങനെ ആ സമാധിയുടെ എട്ടാമത്തെ അംഗമായിട്ടുള്ളതായിട്ടുള്ള യോഗത്തിൻ്റെ എട്ടാമത്തെ അംഗമായിട്ടുള്ള സമാധി, ആ സമാധിയുടെ രണ്ട് വശങ്ങളായിട്ടുള്ള സവികൽപക സമാധിയും നിർവികൽപക സമാധിയും ഇവിടെ ഒന്നിച്ച് പറഞ്ഞു. ധ്യായതം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനം സാന്ദ്രമോദരസരൂപമന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസതേ. ഏവമംഗമൊടു ചേർന്ന വിഗ്രഹം യോഗികൾക്കു മധുരപ്രദായകം പൂർണ്ണമോദമടയുള്ളിലെത്തിയാൽ ബ്രഹ്മമങ്ങു തെളിയും മനസ്സിലും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.